നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 11ാം സമ്മേളനത്തിന്റെ 16ാം ദിവസമായ ഇന്ന് വിപുലമായ ചർച്ചകൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. കേരള പോലീസിന്റെ പ്രവർത്തനം, ലക്ഷ്യ സർട്ടിഫിക്കേഷൻ, നിയമനത്തിനുള്ള വിശേഷാൽ ചട്ടം, RCCയിലെ സൈബർ ആക്രമണം, കനത്ത ചൂടിനെ അതിജീവിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികളും നിയമ നടപടികളും സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടികളും നിയമ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിനകം 182 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും 108 പേരെ പിരിച്ചുവിട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചു. അത്തരം ആളുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇതിനകം തന്നെ 152 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 108 പേരെ സർവീസിൽ നീക്കം ചെയ്തിട്ടുമുണ്ട്. സംസ്ഥാനത്തെ പോലീസ് സേനയിലെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. സർ, പോലീസ് സേനയിൽ 6% വനിതാ പ്രാതിനിധ്യം ഇപ്പോൾ 11.37% ഉയർന്നിട്ടുണ്ട്. അത് 15% ഉയർത്താനാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ജനങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുക്കളാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർ, ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അടിയന്തര സഹായത്തിനായി ടോൾ ഫ്രീ നമ്പറായ 1930 ഇതിൽ പരാതിപ്പെടുകയാണ് വേണ്ടത്. തുടർച്ചയായി 3 വർഷം ദേശീയതലത്തിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കേരളത്തിനാണ് ലഭിക്കുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അറിയിച്ചു. തുടർച്ചയായി 3 വർഷം ദേശീയതലത്തിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നമ്മുടെ കേരളത്തിനാണ് ലഭിക്കുന്നത്. 1600 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്കായി ഓരോ വർഷവും സർക്കാർ ചെലവഴിക്കുന്നതെന്നും സുരക്ഷിതവും പ്രസവിക്കുന്ന വ്യക്തിയുടെ സ്വകാര്യതയും പാലിച്ചുകൊണ്ടാണ് ലക്ഷ്യ നിലവാരത്തിലേക്ക് ഉയർത്തുകയെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവസി എൻഷുർ ചെയ്യുന്നതിനു വേണ്ടി ക്യൂബിക്കുകൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ ഗർഭിണിക്കും അല്ലെ ഓരോ സ്ത്രീക്കും സ്വകാര്യത ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇതിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് സർ. RCCയിലെ സൈബർ ആക്രമണത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് സഭയെ അറിയിച്ചു. സർ, 28/4/2024 വൈകുന്നേരം ഒരു രോഗിയുടെ പരിശോധനാ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വിവരം RCCയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ അവിടുത്തെ സൈബർ ഇൻഫർമേഷൻ സിസ്റ്റം ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റ് സിസ്റ്റത്തിലേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്തു. സർ, ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിയെയും സാമ്പത്തിക സ്ഥിതിയെയും ബാധിച്ചതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മുടെ രാജ്യത്തെയും ലോകത്തെ തന്നെയും അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം. ജലജീവൻ പദ്ധതി സംബന്ധിച്ച വിഷയം നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഓർഡർ റൂൾ 50. ജലജീവൻ മിഷൻ പദ്ധതി ലക്ഷ്യം കൈവരിക്കാത്തതായും കേന്ദ്ര ഫണ്ട് ലാപ്സായതുമൂലം പദ്ധതി താളം തെറ്റിയതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ അനൂപ് ജേക്കബ്, അൻവർ സാദത്ത്, PK ബഷീർ, മോൻസ് ജോസഫ്, മാണി C കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശുദ്ധമായ കുടിവെള്ള വിതരണം പല മേഖലയിലും ഇന്നും കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണെന്ന് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ ശ്രീ അനൂപ് ജേക്കബ് ആരോപിച്ചു. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായ ജലജീവൻ മിഷൻ പദ്ധതി ഈ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും പിടിപ്പുകേട് കൊണ്ടും സാമ്പത്തിക അരാജകത്വം കൊണ്ടും ഇന്ന് കേരളത്തിൽ നിശ്ചലമായി പോകുന്ന ഗുരുതരമായ സാഹചര്യം ഇന്ന് ഉടലെടുത്തിരിക്കുകയാണ് സർ. എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജല വിതരണം എന്ന സർക്കാർ പദ്ധതിയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 9730 കോടിയോളം രൂപ ചെലവഴിച്ചു കഴിഞ്ഞതായും സംസ്ഥാനത്തെ 53.5% ജനങ്ങളിലും ശുദ്ധജലം എത്തിക്കുവാൻ സാധിച്ചതായും ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ മറുപടി പറഞ്ഞു. ഇത് സുസ്ഥിരമായൊരു പദ്ധതിയാണ്. നമ്മുടെ വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ ഇപ്പോൾ തന്നെ ഒരു കണക്കെടുത്തപ്പോൾ എന്താ കണ്ടത്?
പൂർണ്ണമാക്കപ്പെട്ട സ്ഥലത്ത് പോലും 30% ജലത്തിൻ്റെ സാധ്യത ഇല്ലാതായി. അത് വീണ്ടും ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി പോകുന്നു എന്നാണ്. ഇവിടെ സസ്റ്റൈനബിളായ സോഴ്സിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. എല്ലാ കുടുംബങ്ങളിലും വെള്ളം എത്തിക്കുവാനുള്ള സർക്കാരിന്റെ ശ്രമം ഒരിക്കലും പാഴാകില്ല എന്നും ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇക്കാര്യങ്ങളിൽ കൂട്ടായ പരിശ്രമമാണ് ആവശ്യം. ഏവരുടെയും സഹകരണം ഞാൻ ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇത് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടില്ല. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിലെ ശുദ്ധജല വിതരണ സംവിധാനം മുഴുവൻ പാളിപ്പോകുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. സർക്കാരിന് അതിൻ്റെ അകത്ത് മറുപടിയില്ല, സൊല്യൂഷനില്ല, ദീർഘകാലത്തേക്കോ ഹ്രസ്വകാലത്തേക്കോ നടപടിയില്ല. അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. പക്ഷിപ്പനി നിയന്ത്രണ വിധേയമാക്കുന്നതിനും പടരാതിരിക്കുന്നതിനും മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ശ്രീമതി CK ആശ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി J ചിഞ്ചുറാണിക്ക് വേണ്ടി മന്ത്രി ശ്രീ P പ്രസാദും കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ കർമ്മപദ്ധതി ആവിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ റോജി M ജോൺ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവും മറുപടി പറഞ്ഞു. ബന്ധപ്പെട്ട ആളുകളുമായി ആലോചന നടത്തി ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലും വാക്സിനേഷൻ്റെ കാര്യം ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് ഈ കർഷകരെ സഹായിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. ശമ്പളം പ്രതിസന്ധി അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അത് പരിഹരിക്കാൻ KMML നിന്ന് 1 കോടി രൂപ കടമായിട്ട് അവർക്ക് എടുത്തു മലകുന്ന പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് അവരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഈ പണം വിനിയോഗിക്കുന്നതും ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നത് സംബന്ധിച്ച് ക്രിയാത്മകമായ നിർദ്ദേശം നൽകാനായി ട്രേഡ് യൂണിയനുകളുടെ തന്നെ ഒരു കമ്മിറ്റിയും ഉദ്യോഗസ്ഥരും ചേരുന്ന കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. 11 സബ്മിഷനുകളാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. ബാങ്കുകളെയും അല്ലെങ്കിൽ നിക്ഷേപകരെയും സംരക്ഷിക്കാൻ കേരള ബാങ്കിന് കഴിയാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ C ഗ്രേഡിലേക്ക് കൂടി ഇത് തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നത്. സാർ, ഇത് ഗൗരവതരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ സഹകരണ മേഖല വീണ്ടും അപകടത്തിലേക്ക് പോകും. വായ്പകൾ നിലവിലുള്ള മൊത്തം വായ്പകളുടെ 24.65% എന്നത് 30% വർദ്ധിപ്പിക്കാൻ ബാങ്ക് പദ്ധതിയിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പെഷ്യൽ പാക്കേജ് ഈ കോട്ടയം ടെക്സ്റ്റൈൽസ് കൂടി ഉൾപ്പെടുത്താൻ കമ്പനി തുറന്ന് പ്രവർത്തിപ്പിക്കാനും ഇതിന്റെ ഭാവി നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനും തയ്യാറാണെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട നിയമ വ്യവസായം കയറും മന്ത്രി. കോട്ടയം മില്ലിലായി മെഷീനുകളെല്ലാം പഴയതായതുകൊണ്ട് നമ്മളൊരു കിലോ നൂല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏകദേശം 60-62 രൂപ നഷ്ടം വരും. അതുകൊണ്ട് കൺവെർഷൻ സംവിധാനത്തിലും അവിടെ ലാഭകരമായി പോകാത്തത് കൊണ്ട് അതും നിർത്തേണ്ടി വന്നതുകൊണ്ടാണ് ഈ അടച്ചുപൂട്ടേണ്ടി വന്നത്. ശ്രീ AP അനിൽകുമാർ ഉന്നയിച്ച ക്രമപ്രശ്നത്തിൽ സ്പീക്കർ റൂളിംഗ് നടത്തി. 2023 കേരള കന്നുകാലിത്തീറ്റ, കോഴിവർഗ്ഗത്തീറ്റ, ധാതു ലവണ മിശ്രിതം ഗുണവും നിർമ്മാണവും സംഭരണവും വിതരണവും വിൽപ്പനയും നിയന്ത്രിക്കലും ഗുണനിലവാരം ഉറപ്പാക്കലും ആക്ട് 27/6/2024 സഭയുടെ മേശപ്പുറത്ത് വെച്ച നടപടിയിലേക്ക് അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇതിനാൽ സഭ പാസാക്കി അനുമതി ലഭിച്ച ആക്ടുകൾ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ കർശനമായി സഭയുടെ മേശപ്പുറത്ത് വെക്കണമെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് നിർദ്ദേശം നമ്പർ 13 പരിഷ്കരിച്ച് അങ്ങയുടെ ഭാഗത്ത് നിന്ന് റൂളിംഗ് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. യഥാർത്ഥത്തിൽ ചട്ടത്തിൽ തന്നെ 98-ന് തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ 2-നും ഇടയിൽ പുതിയതായിട്ടോ ഇങ്ങനെ ഒരു വ്യവസ്ഥ കൂടി ഉണ്ടാകേണ്ടത്. ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് വ്യക്തത ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ ചട്ടത്തിൽ തന്നെ ഒരു ഭേദഗതി വരുത്തുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുക. സഭ പാസാക്കിയൊരു ബിൽ നിയമമായി പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാലുടൻ അക്കാര്യം ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ അറിവിലേക്കായി എത്രയും വേഗം അത് സഭയുടെ മേശപ്പുറത്ത് വെക്കുക എന്നത് 1989 മുതൽ നമ്മുടെ സഭയിൽ നടന്നുവരുന്ന ഒരു നടപടിക്രമമാണ്. ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു നടപടിക്രമവും സഭയുടെ അവകാശവുമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഭാവിയിൽ ഇതുപോലുള്ളൊരു ഗുരുതര വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെയറിൻ്റെ നിർദ്ദേശം പ്രത്യേകമായി പുറപ്പെടുവിക്കുന്നതും അത് നടപടിച്ചട്ടങ്ങളുടെ ഭാഗമായി ചേർത്തിട്ടുള്ള അനുബന്ധം 1-ൽ ഉൾപ്പെടുത്തുന്നതുമാണ്. അതോടൊപ്പം ഇക്കാര്യം ഒരു ചട്ടവ്യവസ്ഥയായി നടപടിച്ചട്ടങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പരിശോധിക്കുന്നതുമാണ്. ഓർഡർ 2024-2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 25-ാം നമ്പർ ധനാഭ്യർത്ഥനയിലേക്കുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടന്നു. 17 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി പറഞ്ഞു. ഇപ്പം കാലം മാറുമ്പോൾ, ലോകം മാറുമ്പോൾ ആദിവാസി സമൂഹവും മാറണം, അവരെ മാറ്റണം. ആ മാറ്റുന്നതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നവകേരള മിഷനിൽ
ആദിവാസി സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് ചില പദ്ധതികൾ നടപ്പാക്കുന്നത്. സ്കോളർഷിപ്പാണ് പ്രധാനമായും ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ രംഗത്ത് സഹായിക്കാൻ നമ്മൾ നൽകുന്നത്. അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള എല്ലാ സ്കോളർഷിപ്പും കൃത്യമായി തന്നെ ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിന് എന്നവരുടെ ക്ഷേമം എന്ന 25-ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യൂര പട്ടികയുടെ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ, വിട്ടുനിൽക്കുന്നവർ അബ്സ്റ്റെയിൻ. സ്റ്റാർട്ട് പോളിംഗ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ 66, പ്രതികൂലിക്കുന്നവർ 25, അബ്സ്റ്റെയിൻ ആരുമില്ല. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. 2024 കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ല് സഭ പരിഗണിക്കുകയും വകുപ്പുകൾ ചർച്ച ചെയ്ത് പാസാക്കുകയും ചെയ്തു. 1968 റവന്യൂ റിക്കവറി നിയമത്തിൽ ഒരുപക്ഷെ അത് രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും ചരിത്ര പ്രാധാന്യമായിട്ടുള്ള കുടിശ്ശികക്കാരൻ ഏറ്റവും ഗുണം ചെയ്യുന്ന, അവനെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനെ എല്ലാ വിധത്തിലും സഹായിക്കാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സാധാരണ മനുഷ്യനോടുള്ള വിധേയത്വം തികച്ചും പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഭേദഗതിയാണ് സാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. 2024 നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 5:18 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.